ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു 4 നാടൻ മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട വെച്ച് നമുക്ക് സൂപ്പറായിട്ടുള്ള ഒരു മുട്ട തോരൻ ഉണ്ടാക്കാം. മുട്ടത്തോരൻ നിങ്ങൾ പല രീതിയിൽ വെച്ചിട്ടുണ്ടാവാം, പക്ഷേ നമ്മളിതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കൊരു അല്പം മസാലയൊക്കെ ഉപയോഗിച്ച് ഒരു അടിപൊളി മുട്ടത്തോരൻ. അപ്പോൾ അതിന് 4 നാടൻ മുട്ടയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മുട്ട നമ്മളൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം നമ്മളതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് ആ ചട്ടി ചൂടാകുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാണ്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 സവാള ഉള്ളി വേണം. ഇതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്നിട്ട് വഴറ്റാം. ഇതിൻ്റെ കൂടെ ഒരു അല്പം കറിവേപ്പിലയും കൂടി ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഒന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതും കൂടി ഒന്ന് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ആ മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റാം. ഒരല്പം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ആയിട്ടില്ലായിരുന്നു, 1/2 ടീസ്പൂൺ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് മിക്സാക്കി വെച്ചിരിക്കുന്ന മുട്ട അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്, ഒത്തിരി തീ വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ അല്പാൽപ്പമായിട്ട് ഒഴിച്ച് നന്നായിട്ട് ചിക്കിയിടുക. ഒന്നിച്ചൊഴിക്കരുത്, കുറച്ച് അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇനി 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊന്ന് ചിക്കി എടുക്കണം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കരുത്. ഇതേപോലെ നല്ല ഡ്രൈ ആക്കി ആകുന്നവരെ നന്നായിട്ട് ചിക്കി എടുക്കാം. അപ്പോൾ അതിൽ ജലാംശമൊക്കെ പറ്റുന്ന വരെ നന്നായിട്ട് ഇതേപോലെ അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സിങ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സിങ്ങിൽ നമ്മൾ ഒട്ടും കുറയ്ക്കരുത്, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതുപോലെ വേറിട്ട് കിടക്കണം, ഒരു കാരണവശാലും ഇത് കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി നല്ല സൂപ്പറായ തോരൻ
നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ട് ഒരു വേറിട്ട ഒരു ടേസ്റ്റാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മസാല മുട്ടത്തോരൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളത് ഒരു ചപ്പാത്തിയുടെ കൂടെ, ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. നമ്മളിവിടെ കുഞ്ഞമ്പൂച്ചയുണ്ട്. പുള്ളി നമ്മൾ തിന്നാൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. അന്നേരം നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതൊക്കെ നല്ല ചപ്പാത്തിയുടെ കഴിക്കുന്ന അടിപൊളി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. കൂടുതൽ പറയാൻ സമ്മതിക്കുന്നില്ല, കാരണം നമ്മുടെ കുഞ്ഞന്മാർ 2 പേരുടെ അടുത്തുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.